നമസ്കാരം. നിങ്ങൾക്കറിയാവോ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ടീച്ചർ ആരാന്ന്? എന്തേലും ഒരു മലയാളിയല്ല കേട്ടോ. അവരുടെ പേരാണ് സാവിത്രിബായി ഫൂലെ. അവര് മഹാരാഷ്ട്രയിലുള്ള സത്താര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. 1831 ജനുവരി മാസം 3-ാം തീയതിയാണ് അവർ ജനിച്ചത്. ഈ വനിതാ മാസത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ നിങ്ങൾക്ക്, അല്ലേ? എന്തേലും അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല, പുറത്തു പോകാൻ പറ്റത്തില്ല, യാതൊരു തരത്തിലും സ്വാതന്ത്ര്യമില്ല. അന്നത്തെ കാലത്ത് സ്ത്രീകളെ നേരത്തെ തന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടിരുന്നു. ഇവരാണെങ്കിൽ ജനിച്ചതോ ഒരു മാലി എന്ന് പേരുള്ള ഒരു പിന്നോക്ക സമുദായത്തിൽ. സമ്പന്ന കർഷക കുടുംബമായിരുന്നു, എന്നാലും സ്ത്രീകളെ നേരത്തെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവര് കല്യാണം കഴിച്ചത് 9-ാമത്തെ വയസ്സിൽ 13 വയസ്സുള്ള ജ്യോതിറാവു ഫൂലെ എന്ന് പറഞ്ഞ ഒരാളെയാണ് കല്യാണം കഴിച്ചത്. അപ്പം നിങ്ങൾ വിചാരിക്കും, ഇവരെങ്ങനെയാണ് ആദ്യത്തെ വനിതാ ടീച്ചറായത്, ഇവരെങ്ങനെ പഠിച്ചു? അവിടെയാണ് നമുക്ക് അവരുടെ ഹസ്ബൻഡായ ജ്യോതിറാവു ഫുലെയുടെ പ്രാധാന്യം മനസ്സിലാവുന്നത്. അദ്ദേഹം നല്ല പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ഹിന്ദു വേദഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുകയും അതിൽ നിന്നുണ്ടായ തിരിച്ചറിവും ഒക്കെ. അദ്ദേഹത്തിനെ പഠിപ്പിച്ച പാഠം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് എല്ലാ മനുഷ്യർക്കുമുള്ള ഉച്ച നീചത്വങ്ങളൊക്കെ മാറുമെന്നും, അതുപോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരുമുള്ള സമത്വവും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും ഒക്കെ കിട്ടും എല്ലാ മനുഷ്യരും പഠിച്ചാന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം സ്വന്തം ഭാര്യയെ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമല്ലോ. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ വനിതാ ടീച്ചേഴ്സ് വേണം. അപ്പോൾ ആ വനിതാ ടീച്ചേഴ്സ് അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം ഭാര്യ പഠിപ്പിച്ചു. വനിതകൾക്ക് വേണ്ടി സ്കൂൾ തുടങ്ങണം, പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ തുടങ്ങണം എന്നൊക്കെ അദ്ദേഹം വിചാരിച്ചു. ഇങ്ങനത്തെ ചിന്തയായിട്ട് ഇവർ പോകുന്ന സമയത്താണ് ഇത് തിരിച്ചറിഞ്ഞ സ്വന്തം വീട്ടുകാരും നാട്ടുകാർക്കും എല്ലാം പ്രശ്നമായി. ഒന്നാമത്തെ കാര്യം, പെൺകുട്ടികളെ പഠിപ്പിക്കുന്നു, അതും പിന്നോക്ക സമുദായത്തിലുള്ള പെൺകുട്ടികളെ. അതെന്തായാലും അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അങ്ങനെ അവർക്ക് സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അവിടുന്ന് അവർക്ക് പോവേണ്ട വന്നു. അവർ പൂനെയിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും അവർ പഠിക്കാൻ തുടങ്ങി. അവർ ഔദ്യോഗികമായിട്ട് പഠിച്ചു പാസ്സായി. അങ്ങനെ അവർ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് 1848 പെൺകുട്ടികൾക്കായിട്ടൊരു സ്കൂൾ തുടങ്ങി. അവിടെ അവരുടെ കൂടെ പഠിപ്പിക്കാൻ വേണ്ടി ഈ സാവിത്രിബായിയുടെ പഠിച്ചിറങ്ങിയ ഫാത്തിമ ഷെയ്ഖ് എന്ന് പറഞ്ഞൊരു സ്ത്രീയും അവരുടെ കൂടെ ചേർന്നു. എന്തേലും ആദ്യം അവർക്ക് 9 കുട്ടികളെ മാത്രമേ കിട്ടിയുള്ളൂ. പിന്നീട് പതുക്കെ 25 കുട്ടികളായി. അങ്ങനെ അവർ പഠിപ്പിക്കൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് അവിടെയുള്ള സമുദായത്തിലുള്ള ആൾക്കാർക്ക്, ആ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവർ ഒരുപാട് പ്രാവശ്യം ഇവരെ തളർത്താൻ നോക്കി, ഇവരെ പേടിപ്പിച്ചോടിക്കാൻ നോക്കി, അങ്ങനെ പലതിനും ശ്രമിച്ചു. പക്ഷെ ഇവർ രണ്ടുപേരും പിന്മാറിയില്ല. അപ്പൊ പിന്നെ അടുത്ത പണി എന്താണ്? ഫിസിക്കലി അവരെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്. എന്തായാലും ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ വളരെയധികം ശ്രമിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് പോകുന്ന വഴിക്ക്, സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന വഴിക്ക് അവരുടെ സാരി വൃത്തികേടാക്കുക. അതായത് മുട്ട പോലത്തെ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് അവരുടെ സാരി ചീത്തയാക്കും. അപ്പോൾ അവർ പഠിപ്പിക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ അവർക്ക്. പക്ഷെ അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഒരു എക്സ്ട്രാ സാരി കൂടെ കരുതുമായിരുന്നു സ്കൂളിൽ ചെല്ലുമ്പോൾ മാറി പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ അവർ അവിടെ പഠിപ്പിച്ചു. പല പ്രാവശ്യം അവർക്ക് ആ ജോലി വിടണം എന്ന് തോന്നി. കാരണം അത്രയും മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും അവർ തുടർന്നു. കാരണം എന്നാന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് ഈ ജ്യോതിറാവു ഫൂലെ ആണേലും കണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാവപ്പെട്ട സ്ത്രീകളെ, പിന്നോക്ക സമുദായത്തിലുള്ള സ്ത്രീകളെ എല്ലാം പിടിച്ച് നഗ്ന നൃത്തം ചെയ്യിക്കുന്നതും, അതുപോലെ തന്നെ യങ്ങായിട്ടുള്ള വിധവകളായിട്ടുള്ള സ്ത്രീകളെയൊക്കെ അവരുടെ സ്വാതന്ത്ര്യം മൊത്തം നിഷേധിക്കുന്നത്, ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ആയിരുന്നു അവർ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് മാറണമെങ്കിൽ എന്തായാലും ഈ സ്കൂൾ വിദ്യാഭ്യാസം ഈ കുട്ടികൾക്ക് കൊടുത്തേ മതിയാവും എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. എന്തേലും ഭർത്താവ് നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് അവർക്ക് പഠിപ്പീര് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റി. എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഈ പ്രശ്നമൊക്കെ തീർന്നു. അവരെ അവരുടെ നാട്ടുകാർ തന്നെ ആദരിച്ചു. അതുപോലെ തന്നെ 1852 ബ്രിട്ടീഷ് ഗവൺമെൻറ്
അവരുടെ ഈ നല്ല പ്രവർത്തനത്തിന് അവരെ ആദരിച്ചു. അങ്ങനെ അവർ വീണ്ടും അവരുടെ നല്ല പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടേയിരുന്നു. അവർ ഗർഭിണികളായ സ്ത്രീകൾക്ക് വേണ്ടി പ്രസവ ഗൃഹമുണ്ടാക്കി, അതുപോലെ തന്നെ വിധവകളായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിച്ചു. അങ്ങനെ നല്ല പ്രവർത്തനങ്ങളെല്ലാം, ക്ഷാമകാലത്ത് അവർ വെള്ളം നാട്ടുകാർക്കും കുട്ടികൾക്കും കൊടുക്കുന്ന പദ്ധതി തുടങ്ങി. അതുപോലെ പല പല പ്രവർത്തനങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 1890 ഇവരുടെ ഭർത്താവ് മരിച്ചു പോകുന്നത്. ജ്യോതിറാവു ഫുലെ മരിച്ചുപോയി. അതിനുശേഷവും ഈ സാവിത്രിബായി അവരുടെ പ്രവർത്തനങ്ങൾ, അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഇവരേറ്റെടുത്ത് നടത്താൻ തുടങ്ങി. പിന്നെ ആ ഒരു സമയത്ത് അവിടെ പ്ലേഗ് പടർന്നു പിടിച്ചു. ഈ പ്ലേഗ് അന്നത്തെ രോഗികളെ നോക്കാനും കുട്ടികളെ ശുശ്രൂഷിക്കാനും അവർക്ക് ആഹാരം കൊടുക്കാനും എല്ലാം ഈ സാവിത്രിബായി മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ 1897 മാർച്ച് 10 ആ രോഗം പിടിപെട്ടാണ് അവർ മരിച്ചത്. എന്തായാലും ഇന്നും നമ്മൾ സ്ത്രീകൾ സമത്വത്തിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. സമത്വം ഒന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല. പക്ഷെ ഇന്നും നമ്മൾ ഈ വനിതാ ദിനം ആഘോഷിക്കുമ്പം ഈ നമ്മളെ ഇത്രയെങ്കിലും ആക്കി തീർത്ത, സമത്വത്തിലേക്ക് നയിച്ച ആ സ്ത്രീയെ, അവരെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. സാവിത്രിബായിനെ. അവര് ഒരു ആദ്യത്തെ വനിതാ ടീച്ചർ മാത്രമായിരുന്നില്ല, അവരൊരു വനിതാ ഫെമിനിസ്റ്റും പോയറ്റും ഒക്കെ ആയിരുന്നു. എന്തായാലും അവരെഴുതിയ കവിതകളാണ് കാവ്യ ഫൂലെ, അതുപോലെ തന്നെ ഗോ ഗെറ്റ് എഡ്യൂക്കേഷൻ എന്നൊക്കെയുള്ള കവിതകൾ. എന്തായാലും അവർ ജനിച്ച ദിവസം, അതായത് ജനുവരി മാസം 3-ാം തീയതി, 3 എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലൊക്കെ ബാലിക ദിൻ, ഗേൾസ് ചൈൽഡ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. തെലുങ്കാനയിലാണെങ്കിൽ അത് വുമൻസ് എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. ഇതാണ് സാവിത്രിബായിയുടെ കാര്യം.